അങ്ങനെ നമ്മുടെ ബമ്പർ ചിരിയുടെ 2ാം ദിവസമാണ് കേട്ടോ. ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ഒരുങ്ങി എന്ന് വേണം പറയാനായിട്ട്. ഞാൻ, നീനി ചേച്ചി, ദേവിക, പിന്നെ ശ്രുതി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സ്നേഹം ഉണ്ടായിരുന്നു. വണ്ടി ഞങ്ങൾക്ക് വന്ന് ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങൾ കിടന്നിരുന്ന സ്ഥലമാണിടാ. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് ഓരോരുത്തരായി പോകണം. ഞങ്ങൾ തള്ളി മറയ്ക്കുവാണ് സുഹൃത്തുക്കളെ, തള്ളി മറയ്ക്കുവാണ്. എൻ്റെ അതേ വൈബിനെ പറ്റിയ കുറേ എണ്ണം ഉണ്ടായിരുന്നു. എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ദൈവമേ, ഞാനാണല്ലോ തള്ളൽ വിരുന്നാണ് ആലോചിച്ചിരുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായി ഞാൻ ശിശുവാണ് അവരുടെ മുമ്പിൽ. പിന്നെ എനിക്ക് ഏറ്റവും പറ്റിയൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ആക്ച്വലി പാൽ ചായ കുടിക്കില്ല. അവിടെ ചെന്നിട്ട് ഞാൻ പാൽ ചായ ഫാനായി. രാവിലെ തന്നെ പുട്ടും കടലയും കൂടി തട്ടി വിത്ത് പാൽ ചായ. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ദെൻ പിന്നെ അതിന് ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഞങ്ങൾ ഇങ്ങനെ സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഏറ്റവും വലിയൊരു എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഞങ്ങളുടെ സ്കിറ്റും കൂട്ടാ. മാത്രമല്ല, പിന്നെ കുറച്ച് പേരുടെയൊക്കെ സ്കിറ്റ് ഇപ്പോൾ കഴിഞ്ഞു വന്നു. ഞാൻ എല്ലാവരും ഇതിലും സ്റ്റോറീസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെയാണ്. പിന്നെ ഉച്ചത്തെ ഫുഡ് കഴിച്ചു. ഇത് സ്നേഹ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവളും നമ്മുടെ പാലക്കാടാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി ഇങ്ങനെ ബ്ലിങ്കസി ഉണ്ടായിരുന്നു. സംസാരിക്കാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ദൈവനെ കണ്ടുവരിച്ചിട്ടുണ്ടാവും ഓൾറെഡി. അത്യാവശ്യം നല്ല ടീമിൽ നിൽക്കുന്ന ഒരുത്തനാണ്. പിന്നെ ഈവനിങ് ആയി. ആക്ച്വലി ഈവനിങ് ആയ സമയത്ത് പഴംപൊരിയാണ് വന്നത്. ഈ 4 നേരം സുഭിക്ഷമായിരുന്നു ഫുഡ്. അത് പറയാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ ആറ്റത്ത് കൂട്ടുകാരന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒന്ന് തൊട്ടാൽ നല്ല രസമായിരിക്കും. സോ മൂപ്പരങ്ങനെ പൊതിക്കുന്നത്. പിന്നെ ഇവരറിയാലോ, എവിനും കെവിനും. ഞങ്ങൾ പിന്നെ ഈവനിങ് അല്ല, നൈറ്റായി തിരിച്ച് റൂമിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇവർ ഇരട്ടകളാണ് കേട്ടോ, ആതിര, അമൃത. സോ അവരുണ്ടായിരുന്നു ബാക്കിൽ. ഇക്ക ഉണ്ട് ആക്ച്വലി, എൻ്റെ ശശിയേട്ടൻ ഉണ്ട്. അപ്പോൾ രാത്രി കഴിഞ്ഞു ബൈ.